Hi everyone, welcome back Snehara Style. എൻ്റെ ലാസ്റ്റ് വീഡിയോ കൃഷ്ണൻ്റെയും ബലരാമിൻ്റെയും മേക്കപ്പ് ലുക്ക് എല്ലാവരും കണ്ടല്ലോ. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡിമെയ്ഡ് ധോത്തി കിട്ടാത്തവർക്കായിട്ട് സാരി കൊണ്ട് എങ്ങനെ ധോത്തി സ്റ്റൈൽ ചെയ്യാമെന്ന് ഒരു ചെറിയൊരു ട്യൂട്ടോറിയൽ ഞാൻ ഇടാമെന്ന്. ആ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ധോത്തി ഡ്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സെറ്റ് മുണ്ട്, കസവ് സെറ്റ് മുണ്ടല്ലേ, അതിൽ നേരിയത് പാകമാണ്, എന്ന് വെച്ചാൽ വീതിയും നീളവും ഒക്കെ കുറഞ്ഞ നേരിയത് പാകമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുണ്ട് എടുത്തിട്ടില്ല. ഇൻ കേസ് നമ്മുടെ കയ്യിൽ അതില്ലെങ്കിൽ നമുക്ക് മുണ്ടെടുക്കാം, അല്ലെങ്കിൽ ഭയങ്കര വെയിറ്റുള്ള സാരി ഒന്നും അല്ലാതെ കുറച്ച് ലൈറ്റായിട്ടുള്ള വെയിറ്റ് കുറഞ്ഞ സാരി രണ്ടായിട്ട് മടക്കി ഇതുപോലെ ചെയ്താലും മതി. ആദ്യം സാരി രണ്ടെൻഡും വിട്ട് കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. ഞാനിപ്പോൾ ഭയങ്കര ടൈറ്റായിട്ടല്ല കെട്ടിക്കൊടുക്കുന്നത്, അവർക്ക് ഇറുകാത്ത രീതിയിലാണ് കെട്ടിക്കൊടുത്തേക്കുന്നത്. ഇതിനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വലിഞ്ഞ് ലൂസാവും. അന്നേരം കുറച്ച് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്, അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇനി സാരിയുടെ ഓരോ എൻഡ് എടുക്കണം. ഓരോ എൻഡ് എടുത്തിട്ട് ഇതുപോലെ ഞൊറിവ് ആക്കി കൊടുക്കണം. മാക്സിമം ചെറിയ ഞൊറിവ് എടുക്കാൻ നോക്കണം, കാരണം നമുക്ക് രണ്ട് എൻഡും തിരികെ വെക്കേണ്ടതല്ലേ വെക്കില്. അപ്പം ചെറിയ ഞൊറിവ് ആകുമ്പോഴത്തേക്കും കാണാനും കുറച്ച് ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ആ കസവിൻ്റെ വീതിക്കുള്ള ഞൊറിവാണ് എടുക്കുന്നത്. എന്നിട്ട് ആ എൻഡ് കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് കറക്റ്റ് ആ ഞൊറിവ് വരുന്ന രീതിയിൽ തന്നെ വച്ച് അകത്തോട്ട് തിരികെ വെക്കണം. ഇങ്ങനെയൊക്കെ തിരികെ വെക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ സെൻറ്ററിലൊരു കെട്ട് കിട്ടിയില്ല, ആ കെട്ട് ലൂസ് ആവാൻ സാധ്യതയുണ്ട്. കാരണം സാരിയുടെ ക്ലോത്തിൻ്റെ ഇത് കണക്ക് ചിലപ്പോൾ ആ കെട്ടങ്ങ് ലൂസാവും. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം, അല്ലെങ്കിൽ അതിങ്ങ് പിരിന്ന് വരും. നല്ല ടൈറ്റ് ചെയ്ത് വേണം അത് കെട്ടാൻ വേണ്ടിയിട്ട്. സെയിം ആദ്യം ചെയ്ത കണക്ക് തന്നെ അടുത്ത എൻഡും കൂടെ എടുത്ത് ചെറിയ ഞൊറിവ് എടുക്കണം. ഞൊറിവ് എടുത്തതിന് ശേഷം അടിയിൽ കൂടി പേക്കിൽ തിരികെ വയ്ക്കണം. നല്ല വൃത്തിയായിട്ട് ഞൊറിവ് എടുക്കാൻ നോക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് കിട്ടത്തുള്ളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നത്തുള്ളൂ. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, നമ്മൾ ധോത്തി ഉടുക്കുന്നതിന് മുമ്പ് അടിയിലിടുന്ന നിക്കറാണെങ്കിലും ബർമുടയാണെങ്കിലും ഒക്കെ വൈറ്റ് കളർ എടുക്കാൻ യൂസ് ചെയ്യണം. മാക്സിമം വൈറ്റ് കളർ, ചന്ദന കളർ അങ്ങനെയുള്ള പാൻറ് ഇടാൻ നോക്കണം കേട്ടോ. കാരണം ബ്ലൂ കളർ നല്ല എടുത്ത് കാണുന്ന, അതും നേരിയത് മുണ്ടും കൂടെ ആയതുകൊണ്ട് എടുത്ത് കാണുന്നുണ്ട്. സാരിയൊക്കെ ആണെങ്കിലും വലിയ പ്രശ്നം വരില്ല, എന്നാലും നമ്മൾ ലൈറ്റ് കളർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പം നല്ല അറിയാൻ പറ്റുന്നുണ്ട്. രണ്ട് എൻഡും ബാക്കിൽ ഇതുപോലെ തിരികെ വെച്ചതിന് ശേഷം ഞൊറിവുകളെല്ലാം നല്ല തേച്ച് വൃത്തിയാക്കി കൊടുക്കണം. ഞൊറിവായിട്ട് കാണത്തക്ക രീതിയിൽ ഇതുപോലെ തേച്ച് വൃത്തിയാക്കി കൊടുക്കണം. എന്നിട്ട് ഞാൻ ഇതുപോലെ നമ്മൾ ആദ്യം ബലരാമൻ്റെ വീഡിയോയിലിട്ട ആ ഒരു ഷോള് തന്നെ ചുറ്റി കെട്ടിക്കൊടുക്കുകയാണ്. ഇതാവുമ്പോൾ ഇങ്ങനെ കെട്ടിക്കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ സെൻറ്ററിൽ കെട്ടിയ ആ കെട്ട് കുറച്ചും കൂടെ ടൈറ്റ് ആവും. പിന്നെ നമ്മൾ അടിയിലിട്ടേക്കുന്ന പാൻറ്റിൽ കുറച്ചും കൂടെ അങ്ങ് തിരികെ വെച്ചു കൊടുക്കണം. എങ്ങനെയുണ്ട്? വളരെ എളുപ്പമല്ലേ? ഒരു സാരിയോ മുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് കൃഷ്ണൻ്റെ ധോത്തി സ്റ്റൈൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. റെഡിമെയ്ഡ് ഇല്ലാത്തവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ ഡ്രാപ്പ് ചെയ്തെടുക്കാനും പറ്റും. പിള്ളേർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ലൂസായിട്ട് കിടക്കുകയും ചെയ്യും. കുഞ്ഞുവാവൊക്കെ ആണെങ്കിൽ സെയിം ഇതേ മെത്തേഡിൽ തന്നെ ചെറിയ ഷോളിലോ അല്ലെങ്കിൽ നേരിയ തുണിയിലോ ഇതുപോലെ കെട്ടിക്കൊടുത്താൽ മതി. അവർക്കും കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. ധോത്തി സ്റ്റൈൽ ചെയ്തതിന് ശേഷം കുറച്ച് വീഡിയോസ് അല്ലാതെ ഫുള്ളായി എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആരവിൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം കൂടെ വെച്ച് ഒരുക്കി തലയിൽ ഒരു മയിൽപ്പീലിയും കൂടെ വെച്ച് കൊടുത്തപ്പോൾ അവൻ കൃഷ്ണനുമായി, അവൻ ഹാപ്പിയായി. കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും മേക്കപ്പ് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് കരുതുന്നു. കാണാത്തവർ കാണാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ബൈ.